മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വരവായി. ഉണ്ണി യേശുവിനെ വരവേൽക്കുന്ന 3 കൂട്ടുകാരുടെ കഥ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഈ കൊല്ലത്തെ ക്രിസ്മസ് പരീക്ഷയും കഴിഞ്ഞു. അതെ, പരീക്ഷ സമയത്ത് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഓർക്കാൻ കൂടി വരിക. അതിനെന്താ, ഇനി 10 ദിവസം അവധിയല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. ഞാനില്ല, ഞാൻ നാളെ തന്നെ അമ്മയുടെ വീട്ടിൽ പോകും. അവിടെ നല്ല രസം. അയ്യോ, നീ പോവല്ലേ? ഈ അവധിക്ക് ഞാൻ ചില പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് പ്ലാൻ? നാളെ എൻ്റെ വീടിൻ്റെ അടുത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുന്നുണ്ട്. വലിയ പരിപാടിയൊക്കെയാണ്. നമുക്ക് 3 പേർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ശരി, എങ്കിൽ നാളെ കാണാം. മോളെ ഒന്ന് നിൽക്കോ? എന്താ ആ കുഞ്ഞിനെ നോക്ക്, കണ്ടിട്ട് പാവം തോന്നുന്നു. നമുക്ക് തീരെ സമയമില്ല, പരിപാടി ഇപ്പൊ തുടങ്ങും. വേഗം വാ. മോളെ, ഇവനൊന്നകത്ത് കയറാൻ സഹായിക്കുമോ? മോന് ഡാൻസും പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. പപ്പാനെ കാണാൻ മോൻ കൊതിച്ചിരിക്കുക. ഒന്ന് സഹായിക്കുമോ മോളെ? എൻ്റെ കയ്യിൽ ഇപ്പോൾ ടിക്കറ്റിനുള്ള പൈസ തികയില്ല. അതിനെന്താ അമ്മേ, ഞാൻ കൊണ്ടുപോവാലോ. ഒത്തിരി നന്ദി മോളെ. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പൈസ നാളെ തന്നെ തിരിച്ചു തരാട്ടോ. പൈസ ഒന്നും വേണ്ട അമ്മേ, ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് ഉടനെ തിരിച്ചു വരാം, അല്ലേ മോനെ? Christmas!
എന്റെ കൂടെ വന്ന കൊച്ച് എന്ത് ഭംഗിയായിട്ടാ ഡാൻസ് കളിച്ചത്. അതെ, അവൻ ഇത്രയും നന്നായി കളിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അല്ല, അവനെവിടെ പോയി? ഓ, അവൻ ചിലപ്പോ അമ്മയുടെ കൂടെ പോയി കാണും. വാ, നമുക്കും പോവാം. കിച്ചു, ഇത് നോക്കിയേ, ഇന്നലെ എന്റെ വീട്ടിൽ വന്ന പപ്പാനി എനിക്ക് തന്ന സമ്മാനമാണിത്. കരോള് വന്നില്ലെന്നോ? അപ്പോ ഇന്നലെ ഞാൻ കണ്ടത്? നീ ഇത് തുറന്നു നോക്കി. ഈ വാച്ച് ഇതിന്നലെ നമ്മൾ കണ്ട ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു. അപ്പോ അത് ഉണ്ണിയേശുവായിരുന്നു. മാളു, നീ എന്ത് ഭാഗ്യവതിയാ. നിനക്ക് ഉണ്ണിയേശുവിനെ വരവേൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? എനിക്ക് മാത്രമല്ല മനു, നല്ല മനസ്സുള്ള എല്ലാവർക്കും ഉണ്ണിയേശുവിനെ വരവേൽക്കാനുള്ള അവസരം വരും. ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ഈ ക്രിസ്മസ് കാലത്ത് നന്മയുടെ മനസ്സുമായി നമുക്ക് ഉണ്ണിയേശുവിനെ വരവേൽക്കാം. അതിനായി നമ്മുടെ മനസ്സിനെ ഭക്തിപൂർവ്വം ഒരുക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്രിസ്തുമസിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുകയാണ്. തീർച്ചയായിട്ടും ക്രിസ്തുമസ് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന സമയമാണ്. ഇവിടെ നമുക്കറിയാം ക്രിസ്മസ് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും ഒക്കെയായിട്ട് നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്ന സമയം. എങ്കിലും അതിലേറെ നമുക്കറിയാം ഉണ്ണിയേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മക്കൾ നമ്മോട് പറഞ്ഞത് ഇങ്ങനെ മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ വേദനയിലും പ്രയാസങ്ങളിലുമൊക്കെ നമുക്ക് ഒരു കൈത്താങ്ങായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് ഉണ്ണിയേശുവിൻ്റെ സന്ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകാരം അവരുടെ വേദനയിലേക്ക് പ്രയാസങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു ചെന്നുകൊണ്ട്
അവർക്കൊരു കൈത്താങ്ങായി മാറിക്കൊണ്ട് ഉണ്ണിയേശുവിൻ്റെ സന്ദർശനം നമ്മുടെയും ജീവിതത്തിലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സാധ്യമാക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം.